നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തുപറ്റി? കൈ വയ്യേ? അല്ല, തലവേദനയുടെ കൂടി ഒരു കൈ വേദനയും കൂടി. ആ പത്രം വാങ്ങാൻ പോയ ആൾ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ലല്ലോ. അവൻ പത്ര ഓഫീസിൽ തിരക്കി പോയിട്ടുണ്ടാവും. താനൊന്ന് സമാധാനിക്ക് പത്മ. കോഫി ഗംഭീരമായിട്ടുണ്ട്. തന്റെ കൈപ്പുണ്യം അതേപോലെ നിലനിൽക്കുന്നുണ്ടല്ലോ. മുമ്പൊക്കെ എന്റെ കൈപ്പുണ്യത്തിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുമായിരുന്നു. ഇപ്പോ വേലക്കാരുടെ കൈപ്പുണ്യത്തിനെ കുറിച്ചാണല്ലോ സംസാരം മുഴുവൻ. രാവിലെ തന്നെ ഒരു വഴക്കിനുള്ള കാരണം ഉണ്ടാക്കണ്ട. പത്രം കിട്ടിയില്ലേ? ഇന്ന് വല്ല വിശേഷമുണ്ടോ കൊച്ചമ്മ? കൊച്ചമ്മേ? അതെ, ഞാന് കഴിഞ്ഞ തവണ ഇന്ന് വീട്ടിലെ പെണ്ണുമ്പിള്ളേ. ഓ, ഈ നാക്ക് കുഴപ്പിക്കുന്നല്ലോ. അപ്പൊ അവിടത്തെ മുതലാളിയുടെ ഭാര്യയ്ക്ക് അവരെ കൊച്ചമ്മ എന്ന് വിളിച്ചില്ലേ ദേഷ്യം വരും. എന്നെ നീ അങ്ങനെ വിളിക്കണ്ട മാഡം, അത് മതി. ശരി കൊച്ചമ്മ, ഇനി മാഡം എന്ന് വിളിക്കാം. പത്രം എവിടെ? അതാ ഞാൻ ചോദിച്ചത്. ഇന്ന് എന്തെങ്കിലും വിശേഷമുണ്ടോ? ഉണ്ടോ സാറേ? എന്തു പറ്റി? ഒരു കടയിൽ ചോദിച്ചിട്ടും പത്രമില്ല. എല്ലാം രാവിലെ തന്നെ തീർന്നുപോയി. ചില വിശേഷ ദിവസങ്ങൾ അങ്ങനെയാണല്ലോ, അല്ലേ സാറേ? എടാ, ഇന്ന് ഒരു വിശേഷവും ഇല്ല. അവിടെ എവിടെയെങ്കിലും മാറി നിന്നിട്ട് തിരിച്ചു വന്നിട്ടുണ്ടാവും. അയ്യോ മേഡം, ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരുത്തനല്ല. ഒരു സ്ഥലത്ത് പോവാൻ പറഞ്ഞ കൂത്താനൊരു പോക്ക. പിന്നെ മേടിക്കാൻ പറഞ്ഞ സാധനം മേടിച്ച് അതേപോലെ തിരിച്ചു വരും. എനിക്ക് പത്രം കിട്ടിയിട്ടേ ഇല്ല. മേഡം വേണമെങ്കിൽ സാറിനോട് ചോദിച്ചു നോക്ക്. ഇവിടെ ഇരിക്കുന്ന സാറിന് നിനക്ക് പത്രം കിട്ടാത്ത കാര്യം എങ്ങനെ അറിയാം? പിന്നെയും നാക്ക് പറ്റിച്ചു മേഡം. ഞാനൊരു 5-6 കട ചോദിച്ചു, അവിടെ എങ്ങും പത്രമില്ല. ഇനി ബസ് കയറി ദൂരെ എവിടെയെങ്കിലും പോയി നോക്കണോ മേഡം? അയ്യോ, വേണ്ടേ വേണ്ട. ഒരൊറ്റ എണ്ണത്തിനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. പോയവനും കൊള്ളാം, വന്നവനും കൊള്ളാം. എന്താടോ കാണിക്കുന്നത്? ഒന്നുമില്ല കൊച്ചമ്മ. മാഡം ശരി, പോ. ഒരു വകതിരിവില്ലാത്ത ഒരുത്ത്. എത്ര നാളത്തേക്ക് അവന്റെ ജോലി? ഒന്നും ശ്രദ്ധിക്കണ്ട. രാജു പെട്ടെന്നിങ്ങ് വരും. ഒരു പത്രം വാങ്ങാൻ പറഞ്ഞ അതുപോലും ചെയ്യാൻ പറ്റില്ല. ഇവനൊക്കെ ശമ്പളം കൊടുത്ത് വെച്ചേക്കുന്ന എന്തിനാ? അതെ, ഈ പത്രം എന്ന് പറഞ്ഞുള്ള ഇറിറ്റേഷൻ ഒന്ന് അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ താൻ രാവിലെ മുതൽ തന്നെ ഇങ്ങനെ ടെൻഷനാവും. താൻ ആ TV ഓൺ ചെയ്ത് ആവശ്യമുള്ള ന്യൂസ് കണ്ടോ? ഇനിയിപ്പോ അതല്ലേ പറ്റൂ. എന്ത് പണിയാ കാണിച്ചത്?
നന്ദിനി, എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വിവേക് അറിയുന്നുണ്ടല്ലോ. ആരതി എവിടെ? അടുത്തുണ്ടോ? ഞാനേ ഒന്ന് പുറത്തിറങ്ങിയതാ. ആരതിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ അന്വേഷിച്ചായിട്ട് പറയണേ. തിരക്ക് കാരണം എനിക്ക് വിളിക്കാൻ പറ്റാറില്ല. അയാളിപ്പോ നല്ല തിരക്കില. ഇപ്പൊ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. PSC എന്തോ എഴുതിയെടുക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ആഹാ, നല്ലതല്ലേ. അല്ല, പിന്നെ സൂര്യ എവിടെ? സൂര്യയുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. സാറ് ഇവിടെ ഉണ്ടല്ലോ. നന്ദിനി, ആ ഫോണൊന്ന് കൊടുത്തേ. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഞാനിപ്പൊ കൊടുക്കാം. സർ, വിവേക സാറിന്റെ ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. എന്താ സർ സംസാരിക്കേ? ആ വിവേകേ, പറ വിവേക്. എടാ, രജിസ്റ്റർ ഓഫീസ് എന്നുള്ള അറിയിപ്പ് ഇന്നത്തെ പത്രത്തിലുണ്ട്. ഓക്കെ. എടാ, ആന്റി പത്രം കാണില്ലല്ലോ അല്ലേ? അതൊക്കെ ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അല്ല, ആന്റി കാണുന്നത് ഒഴിവാക്കിയാൽ മാത്രം പോരല്ലോ. മറ്റാരെങ്കിലും ആന്റിയോട് വിളിച്ചു പറഞ്ഞാ? അതൊന്നും കുഴപ്പമില്ലടാ. വരുന്നിടത്ത് വെച്ച് കാണാം. സർ, എനിക്ക് പോണം സർ. സൂര്യ സർ, പത്രത്തിലെ നോട്ടിഫിക്കേഷന് എതിരൊന്നും വന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വിവാഹത്തിന്റെ ഡേറ്റ് ഉണ്ടാവുന്ന പറയുന്നേ. നന്ദിനി ഓക്കെ അല്ലേ? സർ, കുഴപ്പമൊന്നുമില്ലല്ലോ? നോ പ്രോബ്ലം വിവേക്, അതൊക്കെ സെറ്റാണ്. സർ. എന്നാ ഓക്കെ സൂര്യ. ഓക്കെ വിവേക്.